മാർച്ച് 6 വ്യാഴാഴ്ച. ലൂക്ക 9:22 മുതൽ 25 വരെ വാക്യങ്ങൾ. 1938 ജർമ്മൻ സൈന്യം ഓസ്ട്രിയയിലെ ജൂതന്മാരെ അവരുടെ വീടുകളിൽ നിന്നും അതിർത്തി കടത്തി ഹംഗറിയിലേക്ക് കൊണ്ടുപോയി. ഒരു കത്തോലിക്ക പുരോഹിതനും അവരോടൊപ്പം പോകാൻ തീരുമാനിച്ചു, അവരുടെ അവസാന യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ. അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ആ ഗ്രൂപ്പിലെ കമാൻഡിംഗ് ഓഫീസർ വഴിയരിയിൽ കണ്ട ഒരു സെമിത്തേരിയിൽ നിന്ന് ഒരു മരക്കുരിശെടുത്ത് അതിൽ സ്വസ്തിക പോലെ തോന്നിപ്പിക്കുന്ന ചെറിയ ലാത്ത് കഷ്ണങ്ങൾ അല്ലെങ്കിൽ മരക്കഷ്ണങ്ങളിൽ അവ ഉറപ്പിച്ചു വെച്ചു. തുടർന്ന് ആ ഓഫീസർ അത് ഗ്രൂപ്പിലെ പ്രമുഖ റബ്ബിക്ക് ചുംബിക്കാൻ നൽകി. റബ്ബി പതുക്കെ ആ സ്വസ്തിക സ്ട്രിപ്പുകൾ പറിച്ചെടുത്തു. തുടർന്ന് കുരിശ് കത്തോലിക്ക പാസ്റ്ററിന് നൽകി. കോപാകുലരായ പട്ടാളക്കാർ റബ്ബിയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വെടിവെച്ച് കൊന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ തിരസ്കരണം, പീഡാസഹനം, പുനരുദ്ധാനം എന്നിവയെക്കുറിച്ച് നമ്മോട് പറയുന്നു. നാം അവനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മെ തന്നെ ത്യജിച്ച് നമ്മുടെ കുരിശുകൾ ദിവസവും എടുക്കണമെന്ന് അവൻ നമ്മോട് പറയുന്നു. യേശുവിൻ്റെ കുരിശിൽ നിന്നും മറ്റുള്ളവരുടെ കുരിശിൽ നിന്നും വ്യത്യസ്തമായ ഒരു കുരിശാണ് നമ്മൾ ഓരോരുത്തരും വഹിക്കേണ്ടത്. ലൂക്കാ സുവിശേഷകൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഈ കുരിശ് എല്ലാ ദിവസവും എടുക്കാൻ നാം തയ്യാറായിരിക്കണം എന്ന്. യേശുവിന് വേണ്ടി കഷ്ടപ്പെടുന്നതും ജീവൻ നഷ്ടപ്പെടുത്തുന്നതും വെറുതെ ആവില്ല. ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് വരാൻ അത് കാരണമാകുന്നു. അതുകൊണ്ടാണ് ആവിലായിലെ വിശുദ്ധ തെരേസ പറഞ്ഞത്, കഷ്ടപ്പാടുകൾ ശുദ്ധീകരണത്തിൻ്റെ ഒരു ഉറവിടമാണ് എന്ന്. കാൽവരിയിലെ കുരിശിനോടുള്ള ഐക്യത്തിൽ നമ്മുടെ ഹൃദയവേദനകൾ, തകർച്ചകൾ, എല്ലാ ദിവസവും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവ സമർപ്പിക്കുമ്പോൾ നാം യേശുവുമായി അവൻ്റെ പുനരുദ്ധാനത്തിലും അതിലുപരി രക്ഷാപ്രവർത്തനത്തിലും ഐക്യപ്പെടുന്നു. നിത്യ ജീവിതത്തിനുള്ള ഏകമാർഗം യേശുവിനെ പോലെ സ്നേഹത്തിലും കരുതലിലും ഐക്യദാർഢ്യത്തിലും അനുകമ്പയിലും നീതിയിലും മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി നമ്മുടെ ജീവിതം സമർപ്പിക്കുക എന്നതാണ്. നമ്മെ തന്നെ കണ്ടെത്താനും വിജയികളായി പുറത്തു വരാനുമുള്ള ഒരേ ഒരു മാർഗമാണിത്. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ നേടിയാലും അവിശ്വസനീയമിതം സമ്പന്നരും പ്രശസ്തരുമായാലും എന്ത് പ്രയോജനം? ഒരാളുടെ സമഗ്രത, ആത്മാഭിമാനം, ഒരു വ്യക്തി എന്ന നിലയിൽ ഒരാളുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, അതുവഴി മറ്റൊരാളുടെ സന്തോഷം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് നേട്ടമാണുള്ളത്? എല്ലാവർക്കും ഈ വിശുദ്ധമായ നോമ്പ് ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.